ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് അപ്പ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ഈ മന്തി ഞാനെങ്ങനെ ഉണ്ടാക്കിയിരിക്കണമെന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണണം. എന്നാൽ വരി, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ നല്ലോണം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ പീസുകൾ കുക്കർക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു സ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഉണക്ക നാരങ്ങയാണ്. അടുത്തതായി ഇതാ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ 2 മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. മാഗി ക്യൂബിൽ അത്യാവശ്യം ഉപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണില്ല. ഇനി ഇതാ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫുഡ് കളറാണ്. ഇത് ഓപ്ഷണലാണ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അടുത്തതായി ഇതാ നല്ലോണം തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ റൈസിന് ആവശ്യമായ ഉപ്പും കൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബസ്മതി റൈസ് ആണ്. ഈ റൈസ് നേരത്തെ കഴുകി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ റൈസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ റൈസ് ഇതാ ഇവിടെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇത്രയും ആയിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൈസ് ഊറ്റി മാറ്റി വെക്കാം. ഇനി ഇതാ ഊറ്റി മാറ്റി വെച്ച റൈസിനെ നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇതാ കംപ്ലീറ്റ് റൈസും കുക്കർക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു 4-5 പച്ചമുളക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ലാസ്റ്റ് കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിക്കണേ. ഇത് ഒട്ടും നിർബന്ധമില്ല കേട്ടാ. അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് കുക്കറൊക്കെ അടച്ചിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സ്റ്റൗവിൽ വെച്ച് കൊടുത്ത പാടന്നെയാണ് എനിക്ക് കുരുമുളക് ഇടാത്തത് ഓർമ്മയായത്. പെട്ടെന്ന് തന്നെ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരുന്നത് വരെ ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ഇപ്പോൾ ഇതാ കുക്കറിലുള്ള എയർ കംപ്ലീറ്റ് പോയതിന് ശേഷമാണ് കേട്ടോ ഇവിടെ കുക്കർ ഓപ്പൺ ആക്കുന്നത്. അപ്പോൾ ഇതാ നമ്മളെ മന്തി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണല്ലേ ഇത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതേപോലെ കുക്കറിൽ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളിട്ടാ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു മന്തിയാണ്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കിയെടുത്ത ചിക്കൻ മന്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് അമർത്തിക്കാളി. പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.